നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോസ് ഒക്കെ ഞാൻ പല സമയങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ദുരിതബാധിതരായിട്ടുള്ളവരുടെ വായ്പകൾക്ക് ഇളവ് കൊടുക്കണം, അവരുടെ വായ്പാ തിരിച്ചടവുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അത് സർക്കാർ ഇടപെടണമെന്നും അതുപോലെ ബാങ്കുകൾ ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും പറഞ്ഞു. അത് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടെല്ലാം തീരുമാനിച്ചതാണ്. എന്നാൽ ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽ വന്നത്, ഈ കേരള ഗ്രാമീണ ബാങ്ക്, ആ ബാങ്കിനെതിരെ ക്യാമ്പിൽ താമസിക്കുന്ന 10 പേര് പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടല് ബാധ്യതകൾ നേരിട്ടിരിക്കുന്ന ധനസഹായത്തിനുള്ള വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരമല ഉൾപ്പെട്ടുള്ള ദുരിതബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര സഹായമായ 10,000 രൂപയിൽ നിന്നും വായ്പാ തിരിച്ചടവ് ഈടാക്കി എന്നുള്ളതാണ് ബാങ്കിനെതിരെ ഉള്ള നടപടി. അത് വളരെ വിവാദമായിരിക്കണം. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ദുരിതബാധിതർക്ക് അടിയന്തരമായിട്ട് അനുവദിച്ചിരിക്കുന്ന സഹായം അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വായ്പാ തിരിച്ചടവുകളുമായി ബന്ധപ്പെട്ട് ഉടനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ കാര്യം പാലിക്കാനായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരൊരു ദുരന്തത്തിൽ നിന്നും കരയേറി വരുവാനായിട്ട് ഒരല്പ സമയം കൂടി എടുക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ പ്രയാസപ്പെടുന്നത് ശരിയല്ല എന്നുള്ളത് മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് പറയുവാനും ചിന്തിക്കാനും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ ആ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ബാങ്കിൻ്റെ ഭാഗത്തുനിന്നായാലും ഈ കാര്യം വളരെ സസൂക്ഷ്മം അവർ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം. നിങ്ങൾക്ക് വിഷയമായിട്ട് എനിക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.